പച്ചമുളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാത്തിരിക്കുകയാണ് പുതിയ വിഭവം എന്താണെന്ന് അറിയാനും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ നമുക്ക് പഠിക്കണ്ടേ. ഒരു കാര്യം എനിക്ക് എപ്പോഴും പറയാനുള്ളത്, ഭക്ഷണം എന്ന് പറഞ്ഞൊരു ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം എവിടെ കിട്ടുകയാണെങ്കിലും മനുഷ്യൻ അവിടെ ഓടിപ്പാഞ്ഞെത്തും. അതിപ്പം ഭക്ഷണത്തിന് വേണ്ടി എന്തോരം കാശ് കളയാൻ നമ്മുടെ കൂട്ടർ മടിക്കാറില്ല. ഇപ്പം ഭക്ഷണത്തിനാണെങ്കിലും എന്താ പറയുന്നത്, നല്ല നല്ല ടേസ്റ്റ്, അതിപ്പം പ്രത്യേകിച്ചും ആണുങ്ങളും സ്ത്രീകളും ഒക്കെ ഒരുപോലെ തന്നെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം കിട്ടുന്നിടത്ത് ആൾക്കാർ പോകാറുണ്ട്, കഴിക്കാറുണ്ട്. അവരൊട്ടും തന്നെ ഹെൽത്ത് കോൺഷ്യസ് ആകാറില്ല. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റി വിഭവമായിട്ട് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഐഷ മിർഷാദ്. ഐഷ മിർഷാദാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ്. ഐഷ മിർഷാദ് ഒത്തിരി പാചക പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്. പാചകം പാഷനാണ്. ഒരു പാഷനായിട്ട് എന്താ പറഞ്ഞാൽ ഒത്തിരി പുതിയ റെസിപ്പീസ് കണ്ടുപിടിക്കാറുണ്ട്, പരീക്ഷിച്ച് നോക്കാറുണ്ട്. അല്ലേ ഐഷയ്ക്ക് പാചകം ഇഷ്ടമല്ലേ? ഒരുപാട് ഇഷ്ടം. ഇവിടെ വരുന്നവർക്ക് പാചകം ഇഷ്ടമല്ലേ എന്ന് പറയുന്നത് തന്നെ ഒരു മണ്ടത്തരമാണ്. എല്ലാവർക്കും തന്നെ പാചകം ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഐഷയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്താണ്? ഫേവറേറ്റ് കേക്ക് ഐറ്റംസ്. കേക്ക് ഐറ്റംസ് ആണോ ചെയ്യുന്നത്? അപ്പോൾ ഇന്ന് നമുക്ക് കേക്ക് ഐറ്റംസ് ആണോ കാണിക്കണേ? അല്ലല്ല, ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് ഷവർമ്മയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതല്ലാതെ എന്താണ് ഐഷയുടെ വേറെ ഹോബീസ് എന്തൊക്കെയാണ്? ഞാൻ ഫാഷൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്യാറുണ്ട്. ഇപ്പം കുറച്ച് മക്കളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ബാക്കോട്ട് വെച്ചതാണ്. ഇപ്പം കുക്കിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങിയത്. മക്കളൊക്കെ ആയതുകൊണ്ട് ബാക്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ ഈ ഫീൽഡിൽ. കുട്ടികളുണ്ടെങ്കിലും അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം. കാരണം അതാണല്ലോ നമ്മുടെ ഒരു, കാരണം ആ ഒരു സന്തോഷമാണ് നമ്മളെ പലതിലോട്ടും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇന്നോവേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഈ ബ്രെഡ് പോക്കറ്റ് ഷവർമ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഗ്രാൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനിലൊക്കെ എനിക്ക് തോന്നുന്നു പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയൊരു വിഭവമാണെന്ന് തോന്നുന്നു അല്ലേ? പ്രത്യേകിച്ച് നോൺ വെജ് ഇഷ്ടമുള്ളവർക്ക്. എങ്ങനെയാണ്, വേറെ ആൾക്കൊക്കെ പാചകം ഇഷ്ടമാണോ വീട്ടിലുള്ളവർക്കൊക്കെ? ഉമ്മക്ക് നല്ല പാചകം ചെയ്യും. ഉമ്മ നല്ല പാചകം ചെയ്യും. പിന്നെ ഹസ്ബൻഡിന് ഇഷ്ടമാണോ എന്ന് ചോദിക്കട്ടെ? ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്, ഹെൽപ്പ് ചെയ്യലുണ്ട്. ഓ അത് ശരി. കണ്ടോ, ഈ വീട്ടിൽ അടുക്കളയിൽ തീരെ കാല് കുത്താത്ത കെട്ടിയന്മാരൊക്കെ മനസ്സിലാക്കണം. ഐഷയുടെ ഹസ്ബൻഡ് കിച്ചണിൽ ഐഷയെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ? അതൊരു നല്ല കാര്യമാണ്. ഈ കുക്കിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള കാര്യമല്ല, അത് ആണുങ്ങളും കൂടെ ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ ആണുങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പാചകമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ്, ഇച്ചിരി കൂടെ അല്ലേ പാചകമൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഷവർമയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ബോൺലെസ് ചിക്കൻ അല്ലേ? ഇത് ചെറിയ പീസായി, ചെറിയല്ലോ, ഇച്ചിരി പീസസ് ആയിട്ട്. അപ്പോൾ ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം, പീസാക്കി എടുക്കണം. ഓക്കെ. ക്യാബേജ്, പച്ചമുളക്, ക്യാപ്സിക്കം, ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഓക്കെ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മല്ലിയില, സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, അതുപോലെ തന്നെ തക്കാളിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, പെപ്പർ പൗഡർ, ക്യാരറ്റ്, പിന്നെ ലെമൺ ജ്യൂസ് ആണ്. ഇതിപ്പോൾ എന്തിൻ്റെ വിനാഗിരിയാണ്? നോർമൽ നമ്മുടെ സാധാ വിനാഗിരിയാണ്. ഇത് കുറച്ച് മൈദ വേണം, മൈദാപ്പൊടി, ബ്രെഡ് ക്രംസ്, കൂടാതെ ബ്രെഡ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ. ഇറ്റ്സ് എ ബ്രെഡ് പോക്കറ്റ് ഷവർമ. അപ്പം ഈ ബ്രെഡിനകത്ത് എന്തോ ഒരു മാജിക്കൽ കാര്യമുണ്ട്, അത് പിന്നെ നമുക്ക് കാണിച്ചു തരുമല്ലേ ഐഷ? ഓക്കെ. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ അതിപ്പോൾ പീസ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഷ്രെഡ് ചെയ്ത് എടുക്കാനാണെങ്കിലും കംഫർട്ടബിൾ, എനിക്ക് തോന്നുന്നു കുഞ്ഞു പീസസ് ആക്കി എടുക്കണ തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു അല്ലേ? എത്ര വലിയ പീസസിനെ കാട്ടും. ബോൺലെസ് ഇതിനകത്ത് ചെറുതായിട്ട് എല്ലൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും എനിക്ക് തോന്നുന്നു ബോൺലെസ് ആയ പീസസ് എടുക്കണതാണ് നല്ലത് ഈ ഷവർമ പോലെയുള്ള ഐറ്റം ഉണ്ടാക്കാൻ. കാരണം നമുക്ക് ബോണിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല അതിനകത്ത്. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഓക്കെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ലേശം ഉപ്പ് അല്ലേ? കുറച്ച് ഉപ്പ്, പിന്നെ എന്താ വേണ്ടത്? പിന്നെ കുരുമുളക് പൊടി. ഓക്കെ. കുരുമുളക് പൊടിച്ചത് എനിക്ക് തോന്നുന്നൊരു അര ടീസ്പൂൺ ഇട്ടു എന്ന് തോന്നുന്നു. അതൊക്കെ ഓരോരുത്തരുടെ എരി പോലെ, ഇനി കുറവ് വേണമെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, കുരുമുളക് പൊടി, ചെറുനാരങ്ങ നീര്. ഓക്കെ. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത എന്താണ്? അത് നമുക്ക് മയോണൈസ് തയ്യാറാക്കണം. ഓക്കെ.
ഓക്കെ, മയോണൈസ് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണം. അതെനിക്ക് തോന്നുന്നു ഇത് ലൈക്ക് അതിൻ്റെ കൂടെ പ്രസന്റ് ചെയ്യാനാണോ മയോണൈസ്? എല്ലാ പോക്കറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ് മയോണൈസ് ഉണ്ടാക്കാൻ. പക്ഷേ മിക്സിങ്ങിലാണ് ആ മയോണൈസിൻ്റെ ഇത് വരുന്നത് അല്ലേ? എനിക്ക് പോലും മയോണൈസ് ഉണ്ടാക്കി പലപ്പോഴും മയോണൈസ് ഉണ്ടാക്കിയിട്ട് മയോണൈസ് പിരിഞ്ഞു പോയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു അടിക്കുന്നതിൻ്റെ ആ ഒരു ടൈമിങ് അനുസരിച്ച് ഡ്രോപ്പ് ചെയ്യണമെന്ന് തോന്നുന്നില്ലേ ഓയിൽ? ഓയിൽ അത്യാവശ്യം കൂടുതൽ വേണം. അത്യാവശ്യം കൂടുതൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് നമുക്ക് മയോണൈസ് ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കാൻ നമുക്ക് അടിക്കണം അല്ലേ? ഓക്കെ. അപ്പം മുട്ട, പിന്നെ എന്താ വെജിറ്റബിൾ ഓയിൽ വേണം, മുട്ട വേണം, പിന്നെ വിനാഗിരി. ഓക്കെ. നമ്മുടെ മയോണൈസിന് ഏകദേശം 2 മുട്ടയാണ് വേണ്ടത്. അത് എഗ് വൈറ്റും യോക്കും കൂടെ തന്നെ കൂടിയാണ്, രണ്ടും കൂടി തന്നെയാണ് മിക്സ് ചെയ്യണം. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കാൻ 2 മുട്ട അല്ലേ? 2 മുട്ട പൊട്ടിച്ചിട്ടു. അതിനകത്ത് എഗ് വൈറ്റും എഗ് യോക്കും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2 ചെറിയ ഗാർലിക്ക്, 2 അല്ലി ചെറുതായിട്ട് മുറിച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ അത് ഓൾറെഡി ഇത് ബ്ലെൻഡ് ആയിക്കോളും. ഇതിൽ ഒരു നുള്ളു ഉപ്പ് വേണം. ഓക്കെ. അപ്പോൾ ലേശം അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അടിക്കും. അപ്പോൾ ഒന്നുമില്ല, ആദ്യം മയോണൈസിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്തെന്ന് പറഞ്ഞാൽ 2 മുട്ട പൊട്ടിച്ചിട്ടു, അതിലേക്ക് ഇച്ചിരി ഗാർലിക് ഇട്ടു, ലേശം ഉപ്പ് ഇട്ടു. ഇനി ഇത് നല്ലപോലെ അടിക്കണം എന്നാണ് പറയുന്നത്. നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ ഈ ഇതിന് സമയമുണ്ട്. അതെന്ന് വെച്ചാൽ ഈ മുട്ടയും 2 ഗാർലിക്കും ഉപ്പും ഇവിടെ ആ മിക്സിയിലിട്ട് അടിക്കണം. ഏകദേശം 1 മിനിറ്റിൽ കൂടുതൽ അടിക്കണം എന്നാണ് പറയുന്നത്. കൂടുതൽ അടിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ്. ഇനി ഐ തിങ്ക് വെജിറ്റബിൾ ഓയിൽ. 2 മുട്ട ഇട്ട് മയോണൈസ് ഉണ്ടാക്കുമ്പോൾ ഒരു 1/2 കപ്പോളം എണ്ണ ആവശ്യമുണ്ടെന്ന് പറയണം. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഹാഫ് ഗ്ലാസ് ഓഫ് വെജിറ്റബിൾ ഓയിലാണല്ലോ, വെജിറ്റബിൾ ഓയിലാണ് ആഡ് ചെയ്തേക്കുന്നത്. വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഈ വിനീഗർ എന്ന് പറയുന്നത് അവസാനം ആഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഒന്നുമില്ല. 2 മുട്ട, വെളുത്തുള്ളി, പിന്നെന്താണ് വെജിറ്റബിൾ ഓയിൽ, ഉപ്പ്. മയോണൈസിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതാണ്. വളരെ ഈസി ആയിട്ട് ഐഷ. ഇനി ഇതിലേക്ക് ഓക്കെ ഒരു 1 ടീസ്പൂണോളം, ഒരു 1 ടേബിൾ സ്പൂണോളം വിനാഗിരി ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇത് ടെക്സ്ചർ വ്യത്യാസം വന്ന് വെള്ളം പോലെ ആവില്ലേ? ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്യണം. ഓക്കെ. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ആഡ് ചെയ്തു. അപ്പോൾ യൂഷ്വലി എനിക്കിത് മനസ്സിലാക്കിയത് സാധാരണ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഓർക്കും ഒരു മുട്ടയുടെ ഒക്കെ ഒരു സ്മെല്ല് ഏറെ നിൽക്കുന്നുണ്ടോ. പക്ഷേ ഇല്ല, ഇത് ആ ഗാർലിക്കും എനിക്ക് തോന്നുന്ന വിനാഗിരി, വെജിറ്റബിൾ ഓയിലൊക്കെ കറക്റ്റ് ആ പരുവത്തിനായപ്പോഴത്തേന് ആ മുട്ട എഗ്ഗിൻ്റെ ഒരു സ്മെല്ല് വരുന്നില്ല ഇതിനകത്ത്. ഓക്കെ ഫൈൻ. ഇപ്പം കറക്റ്റ് നല്ലൊരു മയോണൈസിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വിനാഗിരി ആഡ് ചെയ്യുമ്പോഴാണ് കറക്റ്റ്. എനിക്ക് വിനാഗിരി എല്ലാ മയോണൈസിനും വിനീഗർ ആഡ് ചെയ്യുമോ? വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ. അതാണ് എല്ലാ മയോണൈസിനും വിനീഗർ ആഡ് ചെയ്യാറില്ല. ലെമൺ ജ്യൂസും ആഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേറെ ഇതിലേക്ക് മാറ്റാം. ഓക്കെ. അപ്പോൾ ഇത് ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഷവർമ തയ്യാറാക്കുന്നത് അല്ലേ? ഇതിൻ്റെ അടി. അപ്പോൾ ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അല്ലേ ഡീപ് ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത്. നല്ലോണം ഫ്രൈ ചെയ്യാം. ഓക്കെ. ഇതിലേക്ക് എണ്ണ ഒഴിക്കണം. മതി കുറച്ച്. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞു. ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, എന്തൊക്കെ നമ്മൾ ലെമൺ ജ്യൂസ്, പെപ്പർ പൗഡർ എല്ലാം കൂടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ പീസസ് ഇനി ഫ്രൈ ചെയ്തെടുക്കണം അല്ലേ? അപ്പോൾ ചിക്കൻ പീസസ് എണ്ണ നല്ല ചൂടായി. ഇനി ചിക്കൻ പീസസ് ഓരോന്ന് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എനിക്ക് തോന്നുന്നു ഡീപ്പ് ഫ്രൈ വേണ്ടായിരിക്കും അല്ലേ? ജസ്റ്റ് ഒന്ന് പീസസ് ആക്കി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്കത് ഷ്രെഡ് ചെയ്ത് ഇതൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. കാരണം
ഷവർമ യൂഷ്വലി അല്ലേ നമ്മൾ സാധാരണ നമ്മൾ കഴിച്ചിരിക്കുന്ന ഷവർമ എന്ന് പറയുമ്പോൾ ആ കുബൂസിനകത്ത് അല്ലേ വെജിറ്റബിൾസ് ഒക്കെ വെച്ച് ചിക്കൻ പീസസ് ഒക്കെ വെച്ചിട്ടുള്ള ഷവർമയാണ്. ആൻഡ് ഐ തിങ്ക് ഇവിടെ അതിന് പകരം ബ്രെഡാണെന്ന് തോന്നുന്നു എടുത്തേക്കുന്നത്. ബ്രെഡ് അതിൻ്റെ ഒരു പോക്കറ്റ് രീതിയിൽ ബ്രെഡിനെ കവർ ചെയ്യും. അപ്പോൾ വേറൊന്നും തന്നെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ജിഞ്ചർ ഗാർലിക്, ലെമൺ ജ്യൂസ്, ഉപ്പ്, പെപ്പർ പൗഡർ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇച്ചിരി ഗരം മസാല ആഡ് ചെയ്യാം എന്നാണ് ആയിഷ പറയണത്. അതിനിടയ്ക്ക് നമ്മുടെ ചിക്കൻ കരിഞ്ഞു പോകരുത് കേട്ടോ ഐഷേ. ഐഷ ഗാർണിഷിങ്ങിൻ്റെ രീതിയിൽ ഇത് നോക്കി, ഇത് കറക്റ്റ് അല്ലേ ഇപ്പോൾ? ഓക്കെ, കറക്റ്റ് ഈ കുക്ക് മതി. പീസസ് സോഫ്റ്റ് ആയില്ലേ? ഈ സോഫ്റ്റാണ്. അപ്പം നമ്മുടെ ചിക്കൻ പീസസ് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്ലഷ് മാത്രമായിട്ട് എടുത്താൽ മതിയല്ലോ. അപ്പം ഒത്തിരി കരിഞ്ഞു പോവോ, ഒത്തിരി അങ്ങോട്ട് ക്രിസ്പി ആകണ്ട ചിക്കൻ. ജസ്റ്റ് ആ ചിക്കൻ ഒന്ന് അതിൻ്റെ ഫ്ലഷ് ഭാഗം നല്ലപോലെ കുക്കായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പം നമ്മളിനി ബ്രെഡ് മുട്ട അടിച്ചതിൽ മുക്കിയിട്ട് എന്താ ചെയ്യേണ്ടത്? ബ്രെഡ് ക്രംസ് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യും. ഓക്കെ, അപ്പം അതിന് എത്ര മുട്ട വേണം? ഇനി ഒരു 2-3 ഒരു 2-3 മുട്ട വേറെ അടിക്കണം നമ്മൾ. എന്തിനാന്ന് വെച്ചാൽ ഈ റൗണ്ട് ഷേപ്പിൽ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഈ മുട്ട അടിച്ചതിനകത്ത് മുക്കിയിട്ട് വേണം ഈ ഫില്ലിങ് വെച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനകത്ത് ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് എഗ്ഗ് വൈറ്റ് ആണ് കൂടുതൽ വേണ്ടത്. ഇപ്പോൾ ഏകദേശം ഒരു 3 എഗ്ഗ് വൈറ്റും ഒരു 2 എഗ്ഗ് യോക്കും എടുത്തിട്ടുണ്ട്. പക്ഷേ അധികം ഈ ബ്രെഡ് മുക്കി ഫ്രൈ ചെയ്ത് കാരണം ഈ എഗ്ഗ് യോക്ക് ഇല്ലാത്തതാണ് നല്ലതെന്നാണ് ആയിഷ പറയണത്. കാരണം വെച്ചാൽ എണ്ണ അധികം കുടിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് നോക്കാം. എനിക്കൊരു സംശയമുണ്ട്. കാരണം ഈ ബ്രെഡ് ആകുമ്പോൾ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ ലൈക്ക് അതിനകത്ത് എണ്ണ കുടിക്കുമോ എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഫ്ലഷ് ഔട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലൊക്കെ മാറ്റി അതിൻ്റെ ആ ഒരു ഫ്ലഷ് മാത്രമായിട്ട് എടുക്കണം. അത് നമ്മൾ നല്ലപോലെ ഷ്രെഡ് ചെയ്തെടുക്കണം അല്ലേ? അടിക്കാം. എനിക്കൊന്ന് കുക്കിംഗ് ഇഷ്ടമുള്ള പെൺപിള്ളേരും ആൺപിള്ളേരും ഒക്കെ വീട്ടിൽ കാണും. കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുക. കാരണം എന്താ വെച്ചാൽ ഈ ചിക്കൻ പീസസ് ഷ്രെഡ് ചെയ്തെടുക്കുന്നതും മുട്ട പൊട്ടിക്കുന്നതും ഇതൊക്കെ എനിക്ക് തോന്നുന്നു കുഞ്ഞു പിള്ളേരെയൊക്കെ ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുക്കിങ്ങിനോട് അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചിക്കൻ പീസസ് എല്ലാം ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതെന്താ ഈ വെജിറ്റബിൾസും ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് മുഴുവൻ മുഴുവൻ വേണ്ട. ഓക്കെ, മുഴുവൻ വേണ്ട. ഒരു ശകലം ക്യാബേജ് ഇട്ടു, പിന്നെ ക്യാരറ്റ്. വെജിറ്റബിൾസ് ഇഷ്ടമുള്ളവർക്ക് എനിക്ക് തോന്നുന്നു അതിനനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ ക്യാപ്സിക്കം അതും മുഴുവൻ പകുതി മതി, കുറച്ച് മതി. ഓക്കെ, അപ്പം വെജിറ്റബിൾസ് എല്ലാം നല്ല റോ ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അത് വേറെ ഒന്നും ചെയ്യണില്ല. പകുതി മതി. ലേശം തക്കാളി, കുറച്ച് സവാള, പച്ചമുളക് റൗണ്ടായിട്ട് അരിഞ്ഞത് അത് മിക്സ് ചെയ്യുക. അപ്പോൾ ക്യാബേജ്, ക്യാരറ്റ്, ടൊമാറ്റോ, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പെപ്പർ പൗഡർ, ഒരു ഹാഫ് ടീസ്പൂൺ, കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പിടാം. അപ്പോൾ പെപ്പർ പൗഡർ ഉപ്പും ഒക്കെ ചേർത്തു. വെജിറ്റബിൾസ് എല്ലാം തന്നെ ചേർത്തു. ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ്, സവാള, പിന്നെ മല്ലിയില, പിന്നെ ഒരു പൊടിക്ക് കുറച്ച് ഗരം മസാല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടല്ലേ ഇട്ടോളൂ. ഒരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഗരം മസാല ഇതിലേക്ക് ആഡ് ചെയ്തു. വേറെ എന്താ? ചിക്കനും കൂടി ഇതിൽ മിക്സ് ചെയ്യാം. നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടു. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ഫില്ലിങ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് മയോണൈസും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മയോണൈസും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാണ്. എത്ര വേണം? ഒരു 3-4 സ്പൂൺ.
ഒരു 4 സ്പൂൺ മയോണൈസ് ആഡ് ചെയ്യുക. അത് നമ്മൾ വേവിക്കുന്നതായതുകൊണ്ട് പിന്നെ ഷവർമയുടെ ഫില്ലിംഗ് തന്നെ ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കൂടെ ഈ ഫില്ലിംഗ് നല്ലതാണല്ലേ? ഇനി എന്താ അടുത്ത കാര്യം? ഈ മൈദപ്പൊടി കുറച്ച് മൈദപ്പൊടി ചെറുങ്ങനെ അതിന് ചുറ്റുഭാഗം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വെള്ളം കുറച്ച് ഒന്ന് ഒട്ടിച്ച് കിട്ടാം. ഫില്ലിങ്ങിന് എനിക്കൊന്ന് പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഒന്ന് ഒട്ടിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ. അതിന് ഉപ്പ് വേണോ? കുറച്ച് അത് ടേസ്റ്റ് ഒന്ന്. അപ്പോൾ ഒരു ശകലം വെള്ളം ഒഴിക്കുകയാണ്. ജസ്റ്റ് മതി ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മതിയോ? കുറച്ചും കൂടി. അപ്പോൾ ഇനി ബ്രെഡ് പോക്കറ്റ് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഈ റൗണ്ട് ഷേപ്പ് തന്നെ എടുത്താൽ എന്താ കാര്യം? അത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്താൽ. ഇനി ഇതിനുള്ളിൽ ഫില്ലിങ് വെക്കാം. ഫില്ലിങ് പുറത്തൊന്നും പോവില്ലല്ലോ അല്ലേ? വേറെ വെള്ളമൊന്നും വേണ്ടല്ലോ. നമ്മൾ കൈ കൊണ്ട് തന്നെ അത് പ്രസ് ചെയ്ത് റെഡിയാക്കണം. എനിക്കൊന്ന് ഐഷ വളരെ നല്ലപോലെ അത് ചെയ്യുന്നുണ്ട്. ഇനി വേറൊന്നുമില്ല. വിസ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് പാന് ഓയിൽ ഒഴിച്ച് നമുക്ക് ചൂടാക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇനി അടുത്തത് ഇതുപോലെ വീട്ടിൽ എനിക്ക് അവരെ പറ്റിക്കാൻ നല്ല, കാരണം ചിക്കൻ ഉണ്ട് താനും. എനിക്ക് തോന്നുന്നു ഭയങ്കര ഡീപ്പ് ഫ്രൈ ആയിട്ടല്ല എടുക്കണേ തോന്നുന്നു. ഇറ്റ്സ് ജസ്റ്റ് അല്ലേ, ജസ്റ്റ് അപ്പുറം ഇപ്പുറം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് തോന്നുന്നു. പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് എളുപ്പം തന്നെ അത് കരിഞ്ഞു പോകും. ഞാൻ പറഞ്ഞ പോലെ ഓയിൽ ഒത്തിരി കൺസ്യൂം ചെയ്യാൻ സാധ്യതയുണ്ട് ബ്രെഡ് ആകുമ്പോൾ. സോ ഇറ്റ്സ് ലൈക്ക് ഷാലോ ഫ്രൈ ആയിരിക്കും എപ്പോഴും. നല്ല ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഏകദേശം ടോസ്റ്റ് ആയി കഴിഞ്ഞ് ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഷവർമ തയ്യാറായിട്ടുണ്ട് അല്ലേ? ഇങ്ങോട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഐഷ മിർഷാദിൻ്റെ ബ്രെഡ് പോക്കറ്റ് ഷവർമ ഇവിടെ എൻ്റെ മുന്നിൽ നിരന്നിരിക്കുകയാണ്. ഇത് ഇച്ചിരി ചൂടുണ്ട്. കുറച്ച് ക്ഷമയോട് കൂടി വേണം ഇത് കഴിക്കാനായിട്ട്. മയണൈസ് ഉണ്ടാക്കാൻ പഠിച്ചു കേട്ടോ. ഞാനും പഠിച്ചു. എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാത്ത ഒരു കാര്യമായിരുന്നു മയണൈസ്. കാരണം നമ്മൾ കുറേ തവണ ഉണ്ടാക്കിയിട്ട് വിപുലമായി പോയിട്ടുള്ള ഒരു കാര്യമാണ് മയണൈസ്. കാരണം കാര്യം വളരെ സിമ്പിളാണെങ്കിലും ഇച്ചിരി എഫേർട്ട് എടുത്ത് ഉണ്ടാക്കേണ്ട സാധനമാണിത്. സമയം പിന്നെ ആൻഡ് കാണാനും നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഐഷനെ പോലെ തന്നെ നല്ല വട്ട നല്ല ഭംഗിയുള്ള സാധനം. അപ്പോൾ ഇതെന്താ എനിക്ക് തരുന്നില്ല? ഇത് ഞാൻ തന്നെ പറയണോ? കഴിച്ചു നോക്കൂന്നൊക്കെ ഇങ്ങനെയാണോ ഒരു ഗസ്റ്റിനോട് പറയുന്ന ഐഷ? ഐഷ എന്നോട് പറയും മാഡം കഴിച്ചു നോക്കൂ എന്നൊക്കെ പറയണ്ടേ? ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആക്ച്വലി ഒട്ടുമില്ല കേട്ടോ. നമുക്കത് മുറിക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. ഞാൻ എപ്പോഴും ഐഷയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കുമ്പോൾ ഇത് ലൈക്ക് എണ്ണ കുടിക്കുമോ എന്നൊക്കെ. പക്ഷേ ഭയങ്കര ടേസ്റ്റ്. എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. വളരെ കറക്റ്റ്. ഞാൻ പറയുന്ന പോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കരുത്, ഷാലോ ഫ്രൈ ചെയ്ത് വേണം എടുക്കാൻ. ഒട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടില്ല. ഞാൻ സാധാരണ ഈ ബ്രെഡ് പാക്കറ്റൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. കാരണം നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഈ ബ്രെഡിനകത്ത് ഭയങ്കരമായിട്ട് ഓയിൽ പിടിക്കും. ഇറ്റ്സ് വെരി ടേസ്റ്റി. ഇറ്റ്സ് റിയലി ഗുഡ്. ട്രൈ ചെയ്ത് നോക്കണം. കാരണം എല്ലാം കൊണ്ടും ലൈക്ക് ആ ചിക്കൻ ആണെങ്കിലും അതിനകത്തൊരു
ഒത്തിരി മുട്ടയൊക്കെ കുറേയൊക്കെ എനിക്കൊന്ന് 2-3-4 മുട്ടയൊക്കെ ആഡ് ചെയ്തപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു മുട്ടയുടെ ഒരു ഫ്ലേവർ ഉണ്ടാവുമെന്ന്, പക്ഷേ ഇല്ല. ആൻഡ് വണ്ടർഫുൾ മയോണൈസ് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ട്. ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം മയോണൈസ് ആണെങ്കിലും എവറിത്തിങ് ഈസ് നൈസ്, യമ്മി, ടേസ്റ്റി. അപ്പോൾ ഇനിയും നല്ല നല്ല വിഭവങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണം. ഞങ്ങൾക്കും അറിയാവുന്ന വിഭവങ്ങൾ നിങ്ങൾക്കും പരിചയപ്പെടുത്തി തരും. സോ ദിസ് ഈസ് എ വണ്ടർഫുൾ റെസിപ്പി, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയും നല്ലൊരു റെസിപ്പി നമുക്ക് ഉണ്ടാക്കി തന്ന ഐഷയ്ക്കൊരു ചെറിയ ഗിഫ്റ്റ് ഈസ്റ്ററിൻ്റെ വക. താങ്ക് യു. അപ്പം ഇനിയും നല്ല നല്ല റെസിപ്പികൾ ഉണ്ടാക്കി നമുക്ക് പഠിപ്പിച്ചു തരണം. ഇതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഈ ബ്രെഡ് പോക്കറ്റ് ഷവർമ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് എപ്പിസോഡിൽ നല്ലൊരു വിഭവമായി നമുക്ക് കാണാം.